പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിലാണെങ്കിൽ കൂടുതൽ പിള്ളേരുടെ ബുദ്ധിമുട്ടുകളാണ് പറയാറുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മളാണെങ്കിൽ ടീച്ചേഴ്സിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കും. ഫസ്റ്റ് നമുക്കാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കാം. ഒരു അഫിലിയേഷൻ എടുക്കാൻ CBSE ബോർഡിൽ പോകുന്ന മുമ്പാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നാണെങ്കിൽ NOC എടുക്കണം. ഈ NOC അപ്രൂവൽ ആകുമ്പോൾ അതിനകത്തുണ്ടാകും ടീച്ചേഴ്സിനാണെങ്കിൽ ഒരു മിനിമം സാലറി കൊടുക്കാൻ. അതാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ടീച്ചറിന്റെ അത്ര തന്നെ ഉണ്ടാകും. എന്നാലും പ്രൈവറ്റ് സ്കൂളിന്റെ ടീച്ചേഴ്സിനാണെങ്കിൽ അത്ര സാലറി കിട്ടത്തില്ല. ചില പ്രൈവറ്റ് സ്കൂൾസ് ആണെങ്കിൽ ടീച്ചേഴ്സിനോട് പറയും നമ്മൾ നിങ്ങൾക്ക് ജോയിനിങ് തരും, പക്ഷേ നിങ്ങളാണെങ്കിൽ മൊത്തം വർഷത്തിലാണെങ്കിൽ ഒരു ചെക്ക് ബുക്ക് ആണെങ്കിൽ സൈൻ ചെയ്യണം. ആ ചെക്ക് ബുക്കിനകത്താണെങ്കിൽ ടീച്ചേഴ്സിന്റെ സാലറി ആണെങ്കിൽ കൂടുതൽ കാണിക്കും, പക്ഷേ യഥാർത്ഥത്തിലാണെങ്കിൽ ടീച്ചേഴ്സിന് അത്ര ശമ്പളം കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു ടീച്ചറിനാണെങ്കിൽ 30,000 ശമ്പളം ഉണ്ടാവും, പക്ഷേ ടീച്ചറിനാണെങ്കിൽ ആകെ ശമ്പളത്തിൽ കിട്ടുന്ന 6,000 മാത്രമായിരിക്കും. ബാക്കി 20,000 രൂപയാണെങ്കിൽ പ്രൈവറ്റ് സ്കൂൾസ് ആണെങ്കിൽ എടുക്കും പറ്റിച്ചിട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരു ടീച്ചർ ഒരു മാസം മൊത്തം പണിയെടുത്തിട്ടാണെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുത്തിട്ടാണെങ്കിൽ ആകെ 6,000 രൂപ മാത്രമേ അധ്വാനിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ ആണെങ്കിൽ അവരെ ആണെങ്കിൽ കുറെ സ്റ്റാഫിന്റെ പണികളും ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ടാവും ഒരു ടീച്ചറിനെ പഠിപ്പിക്കാൻ. പിന്നെ അവർക്ക് പിള്ളേരെ പഠിപ്പിക്കാനുള്ള മോട്ടിവേഷൻ എവിടെ നിന്ന് കിട്ടും? ആ 6,000 രൂപയിൽ നിന്ന് എങ്ങനെയാണ് വീടെല്ലാം നടത്തുന്നത്? ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് ടീച്ചേഴ്സിൻ്റെ സാലറി കൂട്ടണം. ഒരു മിനിമം എന്തായാലും 3,000 രൂപ വേണം. മാക്സിമം എന്തായാലും ഒരു നല്ല ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ 80,000 എന്തായാലും വേണം. അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സിനാണെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാനുള്ള മോട്ടിവേഷനും കൂടും, നല്ലതായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുക.